വലിയ തോട് നികത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നീക്കം നടത്തുന്നു എന്ന പേരിൽ ആരോപണ പ്രത്യാരോപണങ്ങളും ആക്ഷേപങ്ങളും ശക്തമാകുന്നതിനിടയിൽ മൈക്രോ വാട്ടർഷെഡ് പദ്ധതിയിൽപ്പെടുത്തി കുറവലങ്ങാട് വലിയ തോടിന് 2 ലക്ഷത്തിലേറെ രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതായി വാട്ടർഷെഡ് ഭാരവാഹികൾ വിശദീകരിക്കുന്നു. കോഴ മൈക്രോ വാട്ടർഷെഡും നസർത്തിൽ മൈക്രോ വാട്ടർഷെഡും ചേർത്താണ് പശ്ചിമഘട്ട പദ്ധതിയിൽപ്പെടുത്തി കോഴ മുതൽ നീളുന്ന വലിയ തോടിന് 3 ലക്ഷത്തോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായി ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. തോട്ടിൽ വളർന്നു നിന്ന കാടും പള്ളയും മൊത്തം നീക്കം ചെയ്തതായും ഇവർ അവകാശപ്പെടുന്നുണ്ട്. കോഴ നീർത്തടത്തിൽ നിന്നും മൂലംകുഴപ്പാലം മുതൽ മുട്ടങ്കൽ വേട്ടക്കൊരു മകൻ ക്ഷേത്രം വരെയും വൃത്തിയാക്കിയതായും ഭാരവാഹികൾ വ്യക്തമാക്കി. 95,663 രൂപ ഇത്തരത്തിൽ ചെലവാക്കിയതായാണ് കോഴ വാട്ടർഷെഡ് പ്രസിഡന്റ് PM ജോസഫ് പറയുന്നത്. നസർത്തുൽ വാട്ടർഷെഡിൽ നിന്ന് മൂലംകുഴപ്പാലം മുതൽ ഞെർലംകുളം ചീപ്പ് വരെ വൃത്തിയാക്കുന്നതിലേക്കായി 1,73,538 രൂപ ചെലവഴിച്ചതായി പ്രസിഡന്റ് മാത്യു ജോസഫും വ്യക്തമാക്കുന്നു. കൂടുതൽ തുക ലഭ്യമാക്കാതിരുന്ന സാഹചര്യത്തിലാണ് വലിയ തോടിലേക്ക് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ വന്നതെന്നും ഇവർ വിലയിരുത്തുന്നുണ്ട്. സോയിൽ കൺസർവേഷൻ ഓഫീസ് പാലായുടെയും കൃഷി വകുപ്പ് കുറവലങ്ങാട് ഓഫീസറുടെയും മതിയായ അംഗീകാരങ്ങളും മേൽനോട്ടങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതെന്നും ഈ ഭാരവാഹികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വലിയ തോടിൽ വെള്ളൊഴുക്ക് കാര്യമായി ക്രമീകരിച്ചതിന് ശേഷം വലിയ തോടുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല എന്നും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. PM ജോസഫ്, മാത്യു ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു 2 വാട്ടർഷെഡുകളും വികസന പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചത്.